പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 4 ബുധൻ. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതെയിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്ക് അറിയാം? ഈ വചനം നമ്മുടെ ജീവിതത്തെ ഉണർത്തുന്ന ശക്തമായ ദൈവശബ്ദമാണ്. ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം യാദൃശ്ചികമായി ജനിച്ചവരല്ലെന്നും നമുക്ക് ഓരോരുത്തർക്കും ദൈവിക നിയോഗമുണ്ടെന്നതുമാണ്. എസ്തേർ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. എന്നാൽ ദൈവം അവളെ രാജ്ഞിയാക്കി ഉയർത്തി. അത് അവളുടെ ബഹുമാനത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നാം ഇന്ന് ആയിരിക്കുന്നത് യാദൃശ്ചികമല്ല, ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നാം ഉറപ്പോടെ പറയേണ്ടതുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ അപകടമില്ല, എല്ലാം നിയോഗം മാത്രം. നാം മനസ്സിലാക്കേണ്ടത്, നിർണായക സമയങ്ങളിൽ മിണ്ടാതെ ഇരിക്കുക വിശ്വാസിയുടെ മാർഗമല്ല. എസ്തേറിന് ഭയമുണ്ടായിരുന്നു. കാരണം രാജാവിൻ്റെ മുമ്പിൽ ക്ഷണമില്ലാതെ പോകുന്നത് മരണശിക്ഷയ്ക്ക് കാരണമാകാം. എന്നിരുന്നാലും അവൾ ഭയത്തിന് കീഴടങ്ങിയില്ല. അവൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ഞാൻ പോയി രാജാവിനെ കാണും, ഞാൻ മരിച്ചാൽ മരിക്കട്ടെ. അതാണ് യഥാർത്ഥ സമർപ്പണം. അതാണ് ധൈര്യത്തിൻ്റെ ഉച്ചസ്ഥാനം. ഇന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അനീതിയും തിന്മയും കാണുമ്പോൾ നാം മിണ്ടാതെ ഇരിക്കരുത് എന്നതാണ്. ദൈവം ഓരോ കാലഘട്ടത്തിലും ശരിയായ ആളുകളെ ശരിയായ സമയത്ത് ഉപയോഗിക്കുന്നവനാണ്. മോശയെ ദൈവം അടിമകളുടെ മോചനത്തിനായി ഉപയോഗിച്ചു. ദാവീദിനെ രാജത്വത്തിനായി ഉപയോഗിച്ചു. എസ്തേറിനെ ജനത്തിൻ്റെ രക്ഷയ്ക്കായി ഉപയോഗിച്ചു. അതുപോലെ ഇന്ന് ദൈവം നമ്മയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ചെയ്യും എന്ന് ചിന്തിക്കുന്നതല്ല, ഞാനാണ് പോകുന്നതാണ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ വിശ്വാസം. അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തിൽ ചോദിക്കണം, ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ? ഞാനല്ലെങ്കിൽ മറ്റാരാണ്? ദൈവം ഇന്ന് നമ്മോട് ചോദിക്കുന്നു, നിന്നെ ഞാൻ ഈ കുടുംബത്തിൽ, ഈ സഭയിൽ, ഈ കാലഘട്ടത്തിൽ വെച്ചത് ഒളിഞ്ഞിരിക്കാനല്ല, പ്രകാശിക്കാനാണ്. ഭയപ്പെടാനല്ല, പ്രവർത്തിക്കാനായിട്ടാണ്. രക്ഷ പ്രാപിക്കാൻ മാത്രമല്ല, മറ്റുള്ളവർക്ക് രക്ഷയുടെ കാരണമായിരിക്കാനായിട്ടാണ്. അതുകൊണ്ട് നാം ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിക്കണം, ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഒരു കാരണത്താൽ. ഞാൻ മിണ്ടാതെ ഇരുന്നാൽ പലരും നശിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കും. ദൈവത്തിൻ്റെ രക്ഷ എന്നിലൂടെ തുടർന്നു പോകും. ഇതെൻ്റെ സമയമാണ്. ഓരോ പ്രതിസന്ധിയിലും ഓരോ വെല്ലുവിളിയിലും ദൈവം നമ്മെ പ്രകാശമാക്കാൻ, സാധ്യതയാക്കാൻ വച്ചിരിക്കുന്നു. നാം ഈ സന്ദേശത്തെ ഉൾക്കൊണ്ട് ധൈര്യത്തോടെ മുന്നേറുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ ദൈവത്തിൻ്റെ കരുണ നമ്മിലൂടെ പ്രതിഫലിക്കുവാൻ ഇടയായിത്തീരും. കൂടാതെ അനേകം ആളുകൾ നിത്യജീവിതത്തിൽ രക്ഷയും ആശ്വാസവും കണ്ടെത്തും. അതിനാൽ നമുക്ക് ആത്മവിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ശക്തിയിൽ മുന്നേറാം. നമ്മുടെ ജീവിതം മിക്ക സമയങ്ങളിലും വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം. എന്നാൽ ഈ സമയത്താണ് നാം ഉയരേണ്ടത്. ഈ സമയത്തേക്കാണ് നാം ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. നാം എഴുന്നേൽക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പ്രേരണയായി തീരുവാൻ ഇടയായിത്തീരും. അതിന് നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, നീ എന്നെ ഈ ജീവിതത്തിൽ നിശ്ചിത സമയത്തേക്ക് വെച്ചിരിക്കുന്നു എന്നതിൽ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതം നിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടണമേ. എൻ്റെ ഭയം നീക്കി ധൈര്യത്തോടെ പ്രവർത്തിപ്പാൻ എന്നെ ഒരുക്കണമേ. കർത്താവേ, എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം, എൻ്റെ ശബ്ദം എല്ലാം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.